നമ്മളിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും വിഷമമോ പ്രയാസങ്ങളോ ഉണ്ടായാൽ, അഥവാ ദുനിയാവിൽ ജീവിച്ചുകൊണ്ടിരിക്കെ എന്തെങ്കിലും ഒരു പ്രയാസം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നാൽ, ദഅ ബിഹി യുഫറജു അൻഹു, ഞാൻ പറയാൻ പോകുന്ന ദുആ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, ഞാൻ പറയാൻ പോകുന്ന ദുആ നിങ്ങൾ ദുആ ചെയ്താൽ അവന്റെ പ്രയാസങ്ങളെ അള്ളാഹു മാറ്റിക്കൊടുക്കും. അങ്ങനെ ഒരു പ്രാർത്ഥന ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ മഹാന്മാരായ സ്വഹാബാക്കൾ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, പറയൂ നബിയെ. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ദുആഉ ദിന്നൂൻ, മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഈ ദുആ ഏതെങ്കിലും ഒരാൾ വിഷമങ്ങളോ പ്രയാസങ്ങളോ വരുമ്പോൾ ദുആ ചെയ്താൽ അല്ലാഹു തആല അവന്റെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കുമെന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. فإنه لم يدع بها رجل مسلم في شيء قط إلا استجاب الله له. ഏതെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യൻ ഈ ഒരു ദുആ പ്രാർത്ഥിച്ചാൽ, ഈ ഒരു ദുആ ചെയ്താൽ അല്ലാഹു തആല നിർബന്ധമായും അയാളുടെ ഈ ദുആഇന് ഉത്തരം നൽകുമെന്നും പ്രയാസങ്ങളിൽ നിന്ന് സലാമത്താക്കുമെന്നും ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണ്, അഥവാ ഈമാൻ കാര്യത്തിൽ വിശ്വസിക്കുന്നവരാണ് എന്നതിൽ ആർക്കും ഇവിടെ സംശയമില്ല. അല്ല, എല്ലാവരും ഈമാൻ കാര്യങ്ങൾ വിശ്വസിക്കുന്നവരാണ്. അത് നിഷേധിച്ച ഈമാൻ നഷ്ടപ്പെടുകയും ചെയ്യും. എന്നാൽ അതിലുപരി മറ്റൊരു ഈമാൻ ഉണ്ട്, അതിലുപരി മറ്റൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ത് പ്രതിസന്ധി വന്നാലും ഈ ഒരു ദുആ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആൻ പറഞ്ഞു, വകദാലിക നുൻജിൽ മുഅ്മിനീൻ. യൂനുസ് നബി അലൈഹിസ്സലാമിനെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതേപോലെ സത്യവിശ്വാസികളെയും രക്ഷപ്പെടുത്തുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വന്ന, ഞാൻ അനുഭവിക്കുന്ന സർവ്വ പ്രയാസങ്ങളും ഈ ഒരു ദുആയിലൂടെ അള്ളാഹു പരിഹരിച്ചു തരും എന്ന ഒരു വിശ്വാസം അള്ളാഹുവിലും അവന്റെ ഹബീബിലും വിശ്വസിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവണം. അതൊരു വിശ്വാസമാണ്. പിന്നെ മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം. ഒരിക്കൽ അദ്ദേഹം ഒരു സ്ഥലത്തിങ്ങനെ ഇരിക്കുമ്പോഴാണ് ചില ആളുകൾ അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് കടന്നു വരുന്നത്. അബൂ ദർദാ എന്നവരെ, നിങ്ങളുടെ വീട് കത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. നിങ്ങളുടെ വീട് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, എന്റെ വീട് കത്തൂല. അല്ല, നിങ്ങളുടെ വീട് കത്തിക്കൊണ്ടിരിക്കുകയാണ്. വേറെയും ചില ആളുകൾ വന്നു, അബൂ ദർദാ എന്നവരെ, നിങ്ങളുടെ വീട് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, എന്റെ വീട് കത്തൂല. അതെന്താ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? ഞങ്ങൾ കണ്ടതാണല്ലോ. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്കൊരു ദുആ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പ്രാർത്ഥന സുബഹി നിസ്കാരത്തിന്റെ ശേഷം ഒരാൾ ദുആ ചെയ്താൽ വൈകുന്നേരം വരെ അവർക്ക് അപകടങ്ങൾ ഉണ്ടാവൂല എന്ന് എന്റെ ഹബീബ് പഠിപ്പിച്ചതുകൊണ്ട് എനിക്കുറപ്പാണ് എന്റെ വീട്ടിൽ തീ കത്തൂല, എന്റെ വീട് കത്തിപ്പോകൂല എന്ന് എനിക്കുറപ്പാണ്. ആ ഒരു വിശ്വാസം നമ്മൾക്കില്ല. ഈമാൻകാരെ ഇസ്ലാംകാരെയൊക്കെ നമുക്കറിയാം, പക്ഷെ ഈ ഒരു വിശ്വാസം നമ്മൾക്കില്ല. ഒരു ദിക്ർ ചൊല്ലിയാൽ, അഥവാ നബിത്തങ്ങൾ പറഞ്ഞു, ഈ ദിക്ർ ചൊല്ലിയാൽ നിങ്ങൾ സുരക്ഷിതരാണ് എന്ന് നബിത്തങ്ങൾ പഠിപ്പിച്ചാൽ, ആ ദിക്ർ ചൊല്ലിയ ഒരാൾക്ക് പിന്നെ ഭയം ഉണ്ടാവാൻ പാടില്ല, പിന്നെ അയാൾക്ക് പേടി ഉണ്ടാവാൻ പാടില്ല. ആരെപ്പോലെ? മഹാനായ അബൂ ദർദാ തങ്ങളെ പോലെ. അദ്ദേഹം എന്താ പറഞ്ഞത്? എന്റെ വീട് കത്തി, നിങ്ങളുടെ വീട് കത്തുകയാണ് എന്ന് പറഞ്ഞവരോട് അബൂ ദർദാ തങ്ങൾ പറഞ്ഞു, എന്റെ വീട് കത്തൂല, എന്റെ വീട് കത്തൂല. അത് വിശ്വാസാണ്. ആ ഒരു ഈമാൻ നമ്മുടെ ഇന്നത്തെ സമുദായത്തിന്, ഇന്നത്തെ സമൂഹത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ദുആ ചെയ്താലും ദിക്ർ ചൊല്ലിയാലും സുരക്ഷിതമായി ജീവിക്കേണ്ട, അല്ലെങ്കിൽ സംരക്ഷണത്തിന് വേണ്ടി അള്ളാഹുവിന്റെ സംരക്ഷണം ലഭിക്കാനുള്ള ഏത് ദിക്റുകളും പ്രാർത്ഥനകളും ചെയ്താലും നമ്മുടെ ഉള്ളിലൊരു പേടിയുണ്ട്, ഉള്ളിലൊരു ഭയമുണ്ട്. അദ്ദേഹം പറഞ്ഞു, സുബഹി നിസ്കാരത്തിന്റെ ശേഷം ഈ പ്രാർത്ഥന ഒരാൾ പ്രാർത്ഥിച്ചാൽ വൈകുന്നേരം വരെ, മഗ്രിബ് വരെ ഒരു പ്രയാസവും അയാൾക്കുണ്ടാവൂല എന്ന്. ലം തുസിബുഹു മുസീബ,
മഗ്രിബിന്റെ ശേഷം ഒരാൾ ദുആ ചെയ്താൽ സുബ്ഹി വരെ അയാൾക്കൊരു അപകടവും ഉണ്ടാവൂല എന്ന് എന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ നിന്നിറങ്ങിയതാണ്. അതുകൊണ്ട് എന്റെ വീട് കത്തൂല എന്ന വിശ്വാസം എനിക്കുണ്ട്. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത അലൈക തവക്കൽതു വ അൻത റബ്ബുൽ അർശിൽ അലീം ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم أعلم أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما اللهم إني أعوذ بك من شر نفسي ومن شر كل دابة أنت آخذ بناصيتها إن ربي على صراط مستقيم. ഇതാണ് പ്രാർത്ഥന. ഇത് ചൊല്ലിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. വൈകുന്നേരം വരെ എൻ്റെ വീട്ടിൽ ഒരു തീയും പിടിക്കൂല എന്ന് എനിക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞതിന് ശേഷം വീണ്ടും ചില ആളുകൾ വന്നു. അബൂ ദർദ എന്നവരെ, നിങ്ങളുടെ വീട് കത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. നമുക്ക് പോയി നോക്കാം. പോയി. പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ വീടിന്റെ ചുറ്റുഭാഗങ്ങളിലുള്ള പറമ്പ് മുഴുവനും കത്തിച്ചാമ്പലായി പോയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ വീടിന്റെ ഒരു ചരി പോലും, വീടിന്റെ ഒരംശം പോലും തീ പിടിച്ചിട്ടില്ല, കത്തിയിട്ടുമില്ല. അവ ചുറ്റുഭാഗത്ത് ഇങ്ങനെ തീ പിടിച്ചപ്പോ അവിടെ അബൂ ദർദ എന്നവരുടെ വീടുണ്ടല്ലോ എന്ന് ആളുകൾ വിചാരിച്ചു. അവിടെ വീടുണ്ടായിരുന്നു. വല്ലാതെ തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആളുകൾ ഓടി വന്നിട്ട് പറഞ്ഞു വീട് കത്താണ്. പോയി നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വീടിന്റെ ഒരംശം പോലും കത്തിയിട്ടില്ല എന്നാ. ഇത് വിശ്വാസമാണ്. ഈ ഒരു വിശ്വാസം നമ്മൾക്കില്ലാത്ത കാലത്തോളം നമ്മൾ എന്ത് ദുആ ചെയ്തിട്ടും കാര്യമില്ല, എന്ത് പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. അതേപോലെ തന്നെ ഒരു ഉദാഹരണം കൂടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്നിറങ്ങി പോകുന്ന ആളുകളോട് പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് اللهم إني أعوذ بك أن أضل أو أضل أو أزل أو أزل أو أظلم أو أظلم أو أجهل أو يجهل علي. ഈ ദുആ ചെയ്ത് പുറത്തിറങ്ങിയാൽ തിരിച്ചെത്തുന്നതുവരെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നിങ്ങളെ സംരക്ഷിക്കുമെന്നാ പറഞ്ഞത്. കുഫീത വ വുഖീത, എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ സംരക്ഷിക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇത് ചൊല്ലി പുറത്തിറങ്ങുന്ന ഒരാൾക്ക് പേടി ഉണ്ടാവാൻ പാടില്ല. പടച്ചോനെ എന്റെ വണ്ടി ആക്സിഡന്റിൽ പെടുവോ, എന്നാരെങ്കിലും തട്ടിപ്പോവോ, എന്നാരെങ്കിലും ഇടിക്കോ, അങ്ങനത്തെ ഒരു പേടി ഉണ്ടാവാൻ പാടില്ല. കാരണം എന്തേ, ഞാൻ ഈ ദിക്ർ ചൊല്ലി ഇറങ്ങിയ ആളാണ്. അതുകൊണ്ട് തിരിച്ചെത്തുന്നത് വരെ എന്റെ സംരക്ഷണം അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട് എന്നൊരു വിശ്വാസം നമ്മൾക്ക് ഉണ്ടാവണം. ആ വിശ്വാസം നമ്മൾക്ക് ഉണ്ടാവണം. കാരണം ഇത് നമ്മൾ ഉണ്ടാക്കി ചെല്ലുന്ന ദിക്റൊന്നും അല്ല. ഇത് അല്ലാഹു നബിച്ചങ്ങളോട് പഠിപ്പിക്കാൻ പറഞ്ഞ ദിക്റാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു പറയാൻ പറഞ്ഞ വിഷയങ്ങളാണിത്. അല്ലാഹു പഠിപ്പിക്കാൻ പറഞ്ഞ വിഷയങ്ങളാണിത്. അപ്പൊ അല്ലാഹു ഒരു വിഷയം പറഞ്ഞതിന് ശേഷം, അഥവാ നിങ്ങളെ ഞാൻ സംരക്ഷിക്കാം, നിങ്ങളുടെ സംരക്ഷണം ഞാൻ ഏറ്റെടുത്തു എന്നത് പറഞ്ഞതിന് ശേഷം നമ്മൾ ആക്രമിക്കപ്പെടുക എന്നുള്ളത് സംഭവിക്കാൻ പാടില്ല, സംഭവിക്കൂല. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ്, നിങ്ങൾ അല്ലാഹുവിനെ ബരമേൽപ്പിച്ചാൽ അല്ലാഹു തആല നിങ്ങളുടെ ഉത്തരവാദിത്തം അല്ലാഹു ഏറ്റെടുക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്, കുൻതും ഖൈറ ഉമ്മ, നിങ്ങൾ ഏറ്റവും നല്ല ഉത്തമ സമുദായമായി മാറുന്നത്. ഉഖ്രിജത് ലിന്നാസ്, നിങ്ങളെ അല്ലാഹു തആല ജനങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട മതങ്ങളിൽ ഏറ്റവും നല്ല മതം നിങ്ങളുടെ മതമാണ്. പക്ഷേ തഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൊണ്ട് കൽപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാലം, നന്മ കൊണ്ട് കൽപ്പിക്കുന്ന കാലത്തോളം, വതൻഹൗന അനിൽ മുൻകർ, തിന്മയെ തടയുന്ന കാലത്തോളം, വതുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന കാലത്തോളം. അഥവാ നന്മ കൽപ്പിക്കുന്നത് നിർത്തിയാൽ, തിന്മ തടയുന്നത് നിർത്തിയാൽ, അല്ലാഹുവിലുള്ള പൂർണ്ണമായ വിശ്വാസം നഷ്ടപ്പെട്ടു തുടങ്ങിയാൽ നമ്മെക്കുറിച്ച് ഉത്തമ സമുദായമെന്ന് പറയാൻ കഴിയില്ല എന്നാണ് ഇതിൻ്റെ അകത്ത് നിന്ന് വ്യംഗ്യമായി നമ്മൾക്ക് ലഭിക്കാനുള്ള അർത്ഥം. അതാണ്. അതുകൊണ്ട് ഉത്തമ സമുദായമായി മാറണമെങ്കിൽ നന്മ കൊണ്ട് കൽപ്പിച്ചുകൊണ്ടേയിരിക്കണം. മാതാപിതാക്കൾ മക്കളോട്, ഭർത്താക്കന്മാർ ഭാര്യയോട്, അധ്യാപകന്മാർ ശിഷ്യന്മാരോട്,
ആലിമീങ്ങൾ നാട്ടുകാരോട്, ഉമറാക്കൾ താഴെയുള്ള ആളുകളോട് അങ്ങനെ പരസ്പരം ഉപദേശിച്ചും നന്മ കൊണ്ട് പ്രോത്സാഹിപ്പിച്ചും തിന്മ തടഞ്ഞുകൊണ്ടും ജീവിക്കുന്ന കാലത്തോളം അള്ളാഹുവിന്റെ സഹായം നമ്മൾക്കുണ്ടാകും. അതിന്റെ ഭാഗമാണ് ഈ വഅദകളൊക്കെ നമ്മൾ നിരന്തരമായി സംഘടിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ. നിങ്ങൾക്ക് ഞാൻ നിങ്ങളിൽ നിന്ന് തന്നെ ഇണയെത്തുന്നത്, നിങ്ങൾക്ക് ഞാൻ നിങ്ങളിൽ നിന്ന് തന്നെ ഇണയെത്തുന്നത് എന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. എന്തിനാണത് തന്നത്? വിവാഹം കഴിക്കാൻ പറഞ്ഞത്. അമറനാ ബിന്നിക്കാഹി വനഹാനാ അനിസ്സിഫാഹ്. അല്ലാഹു വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. വിവാഹം കഴിക്കാതിരിക്കുന്നതിനെ അല്ലാഹു നിരോധിച്ചു. കല്യാണം കഴിക്കാതിരിക്കുന്നതിനെ അല്ലാഹു നിരോധിച്ചു, തടഞ്ഞു, നിരുത്സാഹപ്പെടുത്തി. വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു. യാ മഅ്ശറ ശബാബ്, ഓ ചെറുപ്പക്കാരെ, നിങ്ങൾ മനിസ്തതഅ മിൻകുമുൽ ബാഅ, നിങ്ങൾക്ക് ചെലവ് കൊടുക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കണമെന്നാ പറഞ്ഞത്. ചെലവ് കൊടുക്കാൻ കഴിയുമെങ്കിൽ വിവാഹം കഴിക്കണം. എന്താ ഈ ചെലവ് എന്ന് പറഞ്ഞാൽ? മഹർ മാത്രമാണോ? മഹറും ഒരു ഭാര്യയുടെ സമ്മതത്തോടെ ഒരു പവൻ ഒക്കെ മഹർ കൊടുക്കുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട്. നിങ്ങൾക്ക് ചെലവ് കൊടുക്കാൻ കഴിയോ? കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യയെ പോറ്റി വളർത്താൻ നിങ്ങൾക്ക് കഴിയോ? അതിന് കുറെ സാലറി ഒന്നും ആവശ്യമില്ല. അതിന് ചെറിയൊരു സാലറി, ഒരു 10,000, 5,000 കൊണ്ടിടെ ഒരു ഭാര്യയും 5 മക്കളെയും മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. എന്നാൽ 25 ലക്ഷം വരുമാനം ഉണ്ടായിട്ടും ഒരു ഭാര്യയും 2 കുട്ടികളെയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ആളുണ്ട്. മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്നിട്ടും കടമാണ് ഞാൻ ഉദ്ദേശിച്ചത്. 25 ലക്ഷം മാസത്തിൽ വരുമാനമാണ്, എന്നിട്ടും കടമാണ്. എന്നാൽ മാസത്തിൽ വരുമാനം ഒരു 5,000 അല്ലെങ്കിൽ ഒരു 10,000, ഇതുകൊണ്ട് 4-5 മക്കളെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ചെലവ് ഓരോ ആളുകൾക്കനുസരിച്ചാണ്. ജീവിക്കാൻ ഒരു മനുഷ്യന് ഒരു 5,000, 10,000 ഒക്കെ ഉണ്ടെങ്കിൽ ജീവിച്ചു പോകാൻ പറ്റും. പിന്നെ പെട്ടെന്ന് വലിയൊരു അസുഖം വന്നു, അല്ലെങ്കിൽ ഒരു കല്യാണം വന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോഴാണ് അവർക്ക് ബുദ്ധിമുട്ട്. അപ്പൊ ഇവിടെ അള്ളാഹു പറയുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, മനിസ്തതഅ മിൻകുമുൽ ബാഅ, നിങ്ങൾക്ക് ചെലവ് കൊടുക്കാൻ കഴിയോ എങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കണം. ഫല്യതസവ്വജ്, അങ്ങനെ വിവാഹം കഴിക്കാൻ പറഞ്ഞത് കണ്ണുകളെ ഹറാമിൽ നിന്ന് നിയന്ത്രിക്കാനും ലൈംഗിക അവയവങ്ങൾ ഹറാമിൽ പെടാതിരിക്കാനുമാണ്. ഇസ്ലാമിലെ ബഹുഭാര്യത്വത്തെ, 4 വിവാഹം കഴിക്കുന്നതിനെ ശക്തമായി പലരും എതിർക്കാറുണ്ട്. എന്നാൽ ആ എതിർക്കുന്ന ആളുകളൊക്കെ വിവാഹം കഴിഞ്ഞ് അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ നിരുത്സാഹപ്പെടുത്താറില്ല. മനസ്സിലായോ? ഹലാലായ രീതിയിൽ, അനുവദനീയമായ രീതിയിൽ ഒരാൾ രണ്ടാമതൊരു ഭാര്യയെ കെട്ടുന്നതിനെ വല്ലാതെ വിമർശിക്കുകയും അതിനെ പരിഹസിക്കുകയും ചെയ്യുന്ന എത്രയോ ആളുകൾ. എന്നാൽ അത്തരം മതങ്ങളിൽ, അത്തരം ആളുകളിൽ സ്വന്തമായൊരു ഭാര്യ, ആ ഭാര്യ ഒരു ഭാര്യയായി കൊണ്ടു നടക്കുന്നു. അവിഹിത ബന്ധങ്ങളിൽ ഒരു പേടിയില്ലാതെ, ഒരു ഭയമില്ലാതെ, തനിക്ക് തന്റെ കൂടെ വിശ്വസിച്ചിറങ്ങിയ ഒരു ഭാര്യയുണ്ട് എന്ന ബോധം പോലുമില്ലാതെ അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന ആയിരക്കണക്കിന് ആളുകൾ. അത് കുഴപ്പമില്ല. ഹലാലായ രീതിയിൽ ഒരു പെണ്ണ് കെട്ടി അവൾക്ക് ചെലവും കൊടുത്ത് അങ്ങനെ ജീവിക്കുന്നത് തെറ്റാണ്. അത് പരിഹാസമാണ്. അത് പരിഹസിക്കപ്പെടേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ അത് വിമർശിക്കപ്പെടേണ്ട കാര്യമാണ്, ഒഴിവാക്കപ്പെടേണ്ട കാര്യമാണ് എന്ന ചർച്ചകൾ ഇന്ന് ചാനലുകളിൽ വരെ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന വ്യഭിചാരം അത് കുഴപ്പമില്ല, അതിന് സപ്പോർട്ടാണ്. ഇതിനെ എങ്ങനെയാണ് മുസ്ലിം സമുദായത്തിലുള്ള നമ്മൾ ഇതുപോലെയുള്ള ആശയങ്ങളെ അംഗീകരിക്കുക? സഹോദരിമാരൊക്കെ, സ്ത്രീകളൊക്കെ പലപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ അഭിപ്രായം പറയാറുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം രണ്ടാമതൊരു വിവാഹം അവർ ഒരു നിലക്കും അനുവദിച്ചു കൊടുക്കൂല. ഇനി പുതിയാപ്പിള എവിടെങ്കിലും പോയി വ്യഭിചരിച്ചു എന്നറിഞ്ഞാലും കുഴപ്പമില്ല, രണ്ടാമതൊരു വിവാഹം വേണ്ട എന്നുള്ള അഭിപ്രായക്കാരാണ്. മനസ്സിലായോ? ഭർത്താക്കന്മാർ വേറെ എവിടെയെങ്കിലും പോയി വ്യഭിചരിച്ചു എന്നറിഞ്ഞാലും അവർ മാപ്പ് കൊടുക്കാൻ തയ്യാറാണ്. എന്നാൽ രണ്ടാമത് വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല. എന്തുമായിക്കോട്ടെ, ഞാൻ പറയുന്നത് ഒരൊറ്റൊരു വിവാഹം മതി എന്ന് നിരന്തരമായി ചാനൽ ചർച്ചകളിലും സോഷ്യൽ മീഡിയകളിലും വീഡിയോകൾ റെക്കോർഡ് ചെയ്യുന്നവർ, അത് ഏത് മതക്കാരായാലും ശരി,
ഏത് സഭയിലുള്ള ആളുകളായാലും ശരി, ഒന്ന് മതി എന്ന് പറഞ്ഞ് ബഹുഭാര്യത്വം ഇസ്ലാം അനുവദിച്ചത് ഇതുപോലെയുള്ള വ്യഭിചാരികൾക്ക് വേണ്ടിയാണ്. ഒരു പെണ്ണും കെട്ടിയിട്ട് കണ്ട പെണ്ണുങ്ങളെ തേടി വ്യഭിചരിക്കാൻ പോകുന്ന ആളുകൾ, ആഴ്ചകളിൽ മാസങ്ങളിൽ പല സ്ഥലങ്ങളിലും പോയി വ്യഭിചാരികളെ സമീപിക്കുന്നവർ, അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടുന്നവർ, എന്റെ ഒന്ന് കെട്ടി ഒരു ഭാര്യയുടെ തൃപ്തിയോട് മുന്നേറിയാ പോരെ, ഒരു ഭാര്യയുമായി മുന്നോട്ട് ജീവിച്ചാ പോരെ, പിന്നെന്തിനാ അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടുന്നത്? അത് വേണ്ട, നിനക്ക് രണ്ടാമതൊന്ന് വേണം എന്ന് തോന്നിയാൽ അനുവദനീയമായ രീതി നീ കല്യാണം കഴിച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്. അതല്ലാതെ അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ട് ആരാന്റെ ഭാര്യമാരെ, ആരാന്റെ സഹോദരിമാരെ, ആരാന്റെ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യരുത്, അവിഹിത ബന്ധത്തിന് ഉപയോഗിക്കരുത് എന്നാ ഇസ്ലാം പറഞ്ഞത്. ഇതിനെ എതിർക്കും. അനുവദനീയമായ രീതിയിൽ പിതാവിന്റെ സമ്മതത്തോടുകൂടി വിവാഹം കഴിച്ച് ജീവിക്കുന്നതിനെ എതിർക്കുകയും, എന്നാൽ സ്വന്തം ഭാര്യയെ വീട്ടിൽ വെച്ചിട്ട് ഏതെങ്കിലും ഭർത്താവിന്റെ ഭാര്യയെ അവിഹിത ബന്ധത്തിൽ, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഈ നാണം കെട്ട പണി ഏത് സഭയുടെ ആളുകളായാലും തിരുത്തണം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, വിവാഹം എന്ന് പറയുന്നത്, ഇസ്ലാം വിവാഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിഹിത ബന്ധങ്ങളിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർ നീങ്ങാതിരിക്കണം എന്ന ഒരാശയമാണ്. അവിഹിത ബന്ധങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അവിഹിത ബന്ധം എന്ന് പറയുമ്പോൾ വെറും ഒരു വ്യഭിചാരം, ശാരീരിക ബന്ധം അത് മാത്രം നമ്മൾ ഉദ്ദേശിക്കരുത്. കണ്ണുകൊണ്ടും ചെവി കൊണ്ടും നമ്മുടെ കൈകൾ കൊണ്ടുള്ള ചാറ്റിംഗ് വരെ അവിഹിത ബന്ധങ്ങളാണ്. അതൊക്കെ ഇല്ലാതാവണം. അവിഹിത ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോണിലൂടെയുള്ള ടെക്സ്റ്റ് മെസ്സേജുകൾ അവിഹിത ബന്ധമാണത്. അതൊക്കെ നിരുത്സാഹപ്പെടുത്തേണ്ട വിഷയങ്ങളാണ്. അതില്ലാതിരിക്കാനാണ് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പരിശുദ്ധ ഇസ്ലാം വളരെ നേരത്തെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞത്. യാ മഅ്ശറ ശബാബ്, ഓ ചെറുപ്പക്കാരെ, മനിസ്തതാഅ മിൻകുമുൽ ബാഅ, ചെലവ് കൊടുക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കണം. ചെലവ് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ? ചെലവ് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അസ്സൗമു ജുന്ന, നോമ്പ് ഒരു പരിചയാണ്, നോമ്പെടുക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. നോമ്പ് പരിചയാണ് എന്ന് പറയാൻ കാരണമുണ്ട്. നോമ്പ് നോറ്റ ഒരാൾ ഹറാമ് കണ്ടാൽ അയാളുടെ നോമ്പ് മുറിയുമെന്നാണ് മഹാനായ ഇമാം ഖസാലി തങ്ങൾ പറഞ്ഞത്. നോമ്പെടുത്ത ഒരാൾ ഹറാമ് കണ്ടാൽ അയാളുടെ നോമ്പ് ബാത്തിലാകും. ഹറാമ് കേട്ടാൽ അയാളുടെ നോമ്പ് ബാത്തിലാകും. ഹറാമ് സംസാരിച്ചാൽ അയാളുടെ നോമ്പ് ബാത്തിലാകും. ആരാ പറഞ്ഞത്? മഹാനായ ഇമാം ഖസാലി തങ്ങളാ പറഞ്ഞത്. നോമ്പ് സ്വീകരിക്കപ്പെടാനുള്ള മാനദണ്ഡങ്ങളിൽ ഹറാമ് കാണാൻ പാടില്ല, ഹറാമ് കേൾക്കാൻ പാടില്ല, ഹറാമ് സംസാരിക്കാൻ പാടില്ല, ഹറാമിലേക്ക് നടക്കാൻ പാടില്ല, ഹറാമായത് നോമ്പ് തുറക്കുമ്പോഴോ അത്താഴ സമയങ്ങളിലോ ഹറാമായത് തിന്നാൻ പാടില്ല. എന്തിനേറെ ഖസാലി ഇമാം ഇതിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്, ഹലാലായത് വരെ വയറ് നിറയെ കഴിച്ചാൽ ഒരാളുടെ നോമ്പ് സ്വീകരിക്കപ്പെടൂല എന്ന്. നോമ്പ് മുറിക്കുന്ന സമയത്ത് ഹലാലായത് വയറ് നിറയെ കഴിച്ചാൽ നോമ്പ് സ്വീകരിക്കൂല എന്ന് ഖസാലി തങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഹലാല് വയറ് നിറയെ കഴിച്ചാൽ, വയറ് നിറയെ കഴിക്കാന്ന് പറഞ്ഞാല് ഒരു മനുഷ്യന്റെ വയറിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്, ആമാശയത്തിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1 ലിറ്ററാണ്. 1 ലിറ്ററാണ് ഒരു മനുഷ്യന്റെ വയറ്. 1 ലിറ്ററാണ്. 1 ലിറ്ററിൽ 1/3 ഭാഗം കഴിക്കാനാണ് ഇസ്ലാം പറഞ്ഞത്. അപ്പൊ 1/4 ലിറ്ററേ നമ്മൾ തിന്നാൻ പാടുള്ളൂ. മനസ്സിലായോ? നിങ്ങൾ അന്വേഷിച്ച് നോക്കോളൂ, ഒരു മനുഷ്യന്റെ ആമാശയത്തിന്റെ കുടലിന്റെ വലുപ്പത്രയാണ്? 1 ലിറ്ററാണ്. ആ 1 ലിറ്ററിന്റെ 1/3 ഭാഗം കഴിക്കണം എന്നാണ് ഇസ്ലാം പറഞ്ഞത്. അപ്പൊ 1/3 2 കഴിച്ചാൽ അതെന്തായി? വയറ് നിറയെ കഴിച്ചവരിൽ നമ്മൾ പെട്ടു. 3 3 പിന്നെ പറയാ വേണ്ട. ഇത് 1 ലിറ്ററിൻ്റെതാണ്. ഇനി നമ്മൾ കഴിക്കുന്ന 10 പൊറോട്ടയ്ക്ക് 1 ലിറ്റർ എന്നല്ല, അത് 10 ലിറ്ററോളം ഏകദേശം വരും. 1 ലിറ്റർ കുപ്പി കണ്ടില്ല, വാട്ടർ ബോട്ടിൽ കണ്ടില്ല, അതാണ് 1 ലിറ്റർ എന്ന് പറയുന്നത്. നമ്മൾ ഒറ്റയടിക്ക് 1 ലിറ്റർ വെള്ളമൊക്കെ കുടിക്കും. അതുകൊണ്ട് നമ്മൾക്ക് വയറ് വരുന്നത്. വയറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വേറെ ഒരു എലസ്റ്റിക് ആണ്. ഇപ്പൊ ഗർഭിണികളായ സഹോദരിമാർ ആദ്യത്തെ മാസം ചെറിയ വയറുണ്ടാവില്ല, ആദ്യത്തെ മാസം 2ാം മാസം വയറുണ്ടാവില്ല. ഒരു 3ാം മാസം മുതൽ വേറെ ഇങ്ങനെ വളർന്നു തുടങ്ങും. 9ാം മാസം വേറെ ഇത്ര വരും. ഇനി പ്രസവിച്ചു കഴിഞ്ഞാൽ വേറെ ഇങ്ങനെ തിരിച്ചു പോകും. എലസ്റ്റിക് ആണിത്. അതേപോലെയാണ് തിന്നുമ്പോൾ, തിന്നുന്നതിനനുസരിച്ച് ഇങ്ങനെ വേറെ വലുതാവും. തിന്നുന്നതിന് നിങ്ങൾ എത്ര എക്സസൈസ് ചെയ്താലും തിന്നുന്നതിനനുസരിച്ച് വേറെ വലുതാവും.
അങ്ങനെ നന്നായി തിന്നുന്നുണ്ട്, തീരെ എക്സസൈസോ ഈ തിന്നതിനെ ദഹിപ്പിക്കലോ ഒന്നും ഇല്ലാത്ത ആളുകൾ, ഗർഭിണികളെക്കാളും വലിയ വേറെ ഉണ്ടാവും. ആ വേറെ വെച്ചവരിങ്ങനെ നടക്കും. അപ്പോൾ വേറെ കുറക്കാനുള്ള വഴി തീറ്റ കുറക്കൽ തന്നെയാണ്. തീറ്റ കുറക്കുക. പിന്നെ നന്നായി തിന്നുന്ന ആളുകളുണ്ടെങ്കിൽ അതിനേക്കാളും കൂടുതൽ അധ്വാനിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു മനുഷ്യൻ നോമ്പ് മുറിക്കുന്ന സമയത്ത് വേറെ നിറയെ കഴിച്ചു. 1 ലിറ്ററിന്റെ 1/3 കഴിക്കാൻ പറഞ്ഞു, 1/4 ലിറ്ററേ കഴിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ഇസ്ലാം പറയുന്നത് ഒരു മനുഷ്യന് നട്ടെല്ല് നിവർന്നു നിൽക്കാൻ, ലുഖൈമാതുൻ യുഖിംന സുൽബ, ഒരു മനുഷ്യന്റെ നട്ടെല്ല് നിവർന്നു നിൽക്കാൻ ചെറിയ 2-3 ഉരുളകൾ മതി എന്നാ പറഞ്ഞത്. അപ്പൊ സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയാത്തവർ, കണ്ണായാലും ചെവിയായാലും ലൈംഗിക അവയവങ്ങളായാലും, ഇത് നിയന്ത്രിക്കാൻ കഴിയാത്ത ആളുകൾ വേഗം കല്യാണം കഴിക്കണം. കല്യാണം കഴിക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ലേ, നിങ്ങൾ നോമ്പെടുക്കണം എന്നാണ് ഇസ്ലാം പറഞ്ഞത്. ഏതുവരെ? സാമ്പത്തിക ശേഷി വരുന്നത് വരെ നോമ്പെടുക്കുക. കണ്ട പെൺകുട്ടികളുമായിട്ട് ചാറ്റിങ്ങിന് നിൽക്കരുത്, കണ്ട പെൺകുട്ടികൾക്ക് നമ്പർ കൊടുക്കാൻ നിൽക്കരുത്, അവരുമായി പ്രണയിക്കാൻ നിൽക്കരുത്. നിന്റെ ശാരീരികമായ ഏത് ആഗ്രഹങ്ങളെയും നോമ്പ് നോറ്റുകൊണ്ട് നീ നിയന്ത്രിക്കണം. നിനക്ക് സാമ്പത്തികമായി കഴിവുണ്ടായാൽ ഉടനെ തന്നെ വിവാഹം കഴിക്കണം. അതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. എന്തിനാണിത് വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞത്? നല്ല ഒരു കുടുംബമുണ്ടാവാൻ വേണ്ടി, നല്ല ഒരു കുടുംബമുണ്ടാവാൻ വേണ്ടിയാണ് വിവാഹം കഴിക്കാൻ പറഞ്ഞത്. വിവാഹം കഴിച്ചില്ലെങ്കിൽ ഇവിടെ കുടുംബ ബന്ധമുണ്ടാകുമോ? മക്കളുണ്ടാകുമോ? ആരുടേതാണ് മക്കൾ? പിതാവാരാണെന്നറിയാത്ത ആയിരക്കണക്കിന് മക്കൾ. പിതാവില്ല, പെണ്ണിനെവിടെ നിന്നോ കുട്ടിയുണ്ടായി, പിതാവാരാണെന്നറിയില്ല. പിന്നെ എങ്ങനെയാണ് കുടുംബമുണ്ടാവുന്നത്? ഒരു ഉമ്മയ്ക്ക് തന്നെ വ്യത്യസ്തരായ 4 ആളുകളിൽ നിന്ന് മക്കളുണ്ടാവുക. ആരുടേതാണ് ഉപ്പ? ആരുടേതാണ് പിതാവ്? ഈ മക്കൾ ജീവിതാവസാനം വരെ അപകർഷതാബോധത്തോടുകൂടി എന്റെ പിതാവ് ആരാണെന്നറിയാതെ അവിഹിത ബന്ധത്തിലുണ്ടായതാണല്ലോ ഞാൻ എന്ന ആ അപമാന ഭാരം താങ്ങി ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് കണ്ണുകൾ ഹറാമിലേക്ക് പോകുന്നുണ്ട് എന്ന് തോന്നിയാൽ, ഒരു മനുഷ്യന്റെ, ഒരു ചെറുപ്പക്കാരന്റെ വിവാഹം കഴിക്കാനുള്ള പ്രായം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ നിയമപ്രകാരം 22 വയസ്സാണ്. ഇസ്ലാമില് 15 വയസ്സായാൽ പ്രായപൂർത്തിയെത്തിയ വിവാഹം കഴിക്കാം. ഇസ്ലാമിലെ വിവാഹപ്രായം പ്രായപൂർത്തിയാവലാണ്. ആണായാലും പെണ്ണായാലും പ്രായപൂർത്തിയായാൽ വിവാഹം കഴിക്കാം ഇസ്ലാമിൽ. എന്നാൽ ഇന്ത്യ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് 22 വയസ്സ് തികഞ്ഞ ഉടനെ നിന്റെ കണ്ണുകൾ ഹറാമിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, സ്ത്രീകളുമായി ഓപ്പോസിറ്റ് സെക്സിനോട് നിനക്കൊരു താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നീ വിവാഹം കഴിക്കണം എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത്. ഒരുപക്ഷെ നിന്റെ പഠനം പൂർത്തിയായിട്ടുണ്ടാവൂല, കുഴപ്പമില്ല. നിന്റെ പഠനം പൂർത്തിയായിട്ടുണ്ടാവില്ല. 22കാരൻ ഒരുപക്ഷെ PG ചെയ്യായിരിക്കും, ഡിഗ്രി കഴിഞ്ഞ് PG ചെയ്യുകയായിരിക്കും, അല്ലെങ്കിൽ PhD ചെയ്യായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയിൽ എന്തെങ്കിലും കോഴ്സുകൾ പഠിക്കുന്ന കാലമാണ് 22. നീ ബേജാറാവണ്ട, നീ വിഷമിക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യണം? സ്വാലിഹീങ്ങളായ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും നിങ്ങൾ വേഗം വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം. വളരെ വേഗം നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം. അവർ, അള്ളാഹു പറയുകയാണ്, അവർ ദരിദ്രരാണെങ്കിൽ അവർക്ക് സമ്പത്ത് അള്ളാഹു നൽകുമെന്ന്. പൈസയില്ല, സമ്പത്തില്ല, നിങ്ങളുടെ പെണ്ണിനൊരു അന്വേഷണം വരികയാണ്, പുതിയാപ്പിളക്ക് പൈസയില്ല, ജോലിയില്ല, പഠിക്കുകയാണ്, അല്ലെങ്കിൽ വരുമാനമില്ല, അത് നോക്കണ്ട. ദീനുണ്ടോ എങ്കിൽ നിങ്ങൾ വളരെ നേരത്തെ വേഗം തന്നെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു ദീൻ മാനദണ്ഡമാക്കി വിവാഹം കഴിപ്പിച്ചു കൊടുത്താൽ അല്ലാഹു തആല അവർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ വിശ്വാസത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു വിശ്വാസമാണ്. മനസ്സിലായോ? നേരത്തെ പറഞ്ഞില്ലേ, അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ വിശ്വാസം അതാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത്. ഇനി നമ്മൾ അതേപോലെ ആ ദിക്റും ചൊല്ലി വീട്ടിൽ നിന്ന് ഇറങ്ങാണെന്ന് സങ്കല്പിക്കുക. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത അലൈക തവക്കൽതു അൻത റബ്ബുൽ അർശിൽ അലീം എന്ന ദിക്ർ ചൊല്ലി പുറത്തിറങ്ങി.
അപ്പോഴാണ് ഒരു വാർത്ത, നാട്ടില് മൊത്തം തീ പിടിച്ചിട്ടുണ്ട് എന്നൊരു വാർത്ത കേട്ടത്. ഉടനെ തന്നെ നമ്മൾ ഓടിപ്പോകും വീട്ടിലേക്ക്, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വിളിക്കും, പഠിച്ചോ എൻ്റെ വീട്ടിൽ തീ പിടിച്ചോ. അങ്ങനെ ഒരു പേടി നമ്മൾക്കുണ്ടാവും. ദിക്റ് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു പേടി ഉണ്ടാവൂല യഥാർത്ഥ വിശ്വാസികൾക്ക്. മനസ്സിലായി? നമ്മളിതൊക്കെ ചെല്ലുന്നുണ്ട്, പക്ഷെ നമുക്ക് വിശ്വാസമില്ല. മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന് ചൊല്ലിയിട്ടാണ് വിഷം കുടിച്ചത്. അദ്ദേഹത്തിന് ഉറപ്പാണ് ഇത് ചൊല്ലിയാൽ ഞാൻ മരിക്കൂല എന്ന്. നമ്മൾ കുടിച്ചാലോ വായ്ക്ക് കിട്ടിയത് ഓർമ്മയുണ്ടാവുള്ളൂ, അപ്പോഴേക്ക് നമ്മൾ തീർന്നു പോകും. എന്തുകൊണ്ട്? നമുക്ക് വിശ്വാസമില്ല. ഈ ദിക്ർ ചൊല്ലണം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഈ ദിക്ർ ചൊല്ലിയാൽ ഭക്ഷണത്തിലുള്ള സൈഡ് എഫക്റ്റ് നമ്മെ ബാധിക്കൂല എന്നാ പറഞ്ഞത്. ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന് ചൊല്ലി ഭക്ഷണം കഴിച്ചാൽ ആ ഭക്ഷണത്തിൽ വിഷാംശങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തെ അത് ബാധിക്കൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നിരന്തരമായി ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് ചെല്ലുന്ന ഒരാള് പഠിച്ചോൻ എനിക്ക് ക്യാൻസർ വരുമോ, അങ്ങനത്തെ ഒരു പേടി വേണ്ട. അത്തരമൊരു ഭയം ആവശ്യമില്ല. ഞാൻ രോഗിയാവോ, ഷുഗർ വരുമോ, പ്രഷർ വരുമോ, അങ്ങനെ ഒരു പേടി ഉണ്ടാവാൻ പാടില്ല. കാരണം ഞാൻ അള്ളാഹു പറഞ്ഞ ദുആ ചെയ്തിട്ടാണ്, അള്ളാഹു പറഞ്ഞ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇന്ന് വരെ ഭക്ഷണം കഴിച്ചത്. അതുകൊണ്ട് എനിക്കൊരു അസുഖം ഉണ്ടാവില്ല. ആ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാവണം. ആ ഒരു വിശ്വാസം നമ്മൾക്കുണ്ടാവണം. അതേപോലെ ഒരു വിശ്വാസമാണ് നമ്മുടെ മക്കൾക്ക് പ്രായമായാൽ, പെൺകുട്ടികൾക്ക് 18 വയസ്സായി, ഡിഗ്രി കംപ്ലീറ്റ് ആയി, ഡിഗ്രി പഠനം പൂർത്തിയായി, ഡിഗ്രി കംപ്ലീറ്റ് ആവണം. മക്കളെ പഠനത്തിൽ നിന്ന് മുടക്കരുത് എന്ന് ഞാൻ വളരെ സാന്ദർഭികമായി ഉണർത്തുകയാണ്. നമ്മുടെ പെൺമക്കളെ പഠനത്തെ നമ്മൾ നിരുത്സാഹപ്പെടുത്തരുത്. പല സ്ഥലങ്ങളിലും വീട്ടിലുള്ള മാതാപിതാക്കൾ പെൺമക്കളെ പഠിപ്പിക്കാൻ തൽപരരല്ല. പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളോട് ചോദിക്കുന്നത്, നീ പോയി പഠിച്ചിട്ടെന്താ കാര്യം? നാളെ പോയിട്ട് പത്തിന് ചൂടാനല്ലേ, അടുക്കളയിൽ നിൽക്കാനല്ലേ, എന്തിനാ നീ പഠിക്കുന്നത് എന്നാ വീട്ടിലുള്ള മാതാപിതാക്കൾ ചോദിക്കുക. ഇതേ ഒരു ചിന്തയോടെയാണ് നമ്മുടെ പെൺമക്കളെല്ലാം സ്കൂളിൽ പോകുന്നത്. ഞാൻ ഏതായാലും ഇനി കൂടുതൽ പഠിക്കാനോ പഠിച്ചിട്ട് ജോലി ചെയ്യാനോ മറ്റുള്ള ഒരു മേഖലയിലേക്കും ഞാൻ തിരിയുന്നില്ല. എത്ര പഠിച്ചാലും ഞാൻ പോയി കിച്ചണിൽ പാചകം ചെയ്യാനുള്ള ആളാണ്, പിന്നെ എന്തിനാണ് ഞാൻ ഇങ്ങനെ പഠിക്കുന്നത് എന്ന ചിന്ത നമ്മുടെ ഈ മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികളെ പിടികൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ പഠനം നിർത്തി എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് സ്കൂളിലേക്ക് പോകുന്നത്. പഠനം നിർത്തിയിട്ട് ആസ്വാദനത്തിന് വേണ്ടി സ്കൂളിൽ പോവാൻ, അടിച്ചുപൊളിക്കാൻ വേണ്ടി പോവാൻ, വായ നോക്കാൻ വേണ്ടി പോവാൻ, ടൈം പാസിന് വേണ്ടിയിട്ട് പോവാൻ. 3 വർഷക്കാലം ഡിഗ്രിക്ക് പോകുന്നത് ഓൺലി ടൈം പാസ്. ഈ നാട്ടിൽ നെടുങ്ങോട്ടൂർ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് SKSSFന്റെ കുട്ടികളോട് ഞാൻ പറയുകയാണ്, നമ്മുടെ ഈ മഹല്ലിൽ എത്ര പേര് ഈ 2-5 വർഷത്തിനുള്ളിൽ എത്ര പേര് ഡിഗ്രി പഠനം പൂർത്തിയാക്കി എന്നൊരു പഠനം നിങ്ങൾ അന്വേഷിക്കണം. ഒരു സർവേ നടത്തണം. എത്ര പേര് ഡിഗ്രി പഠിച്ചിട്ടുണ്ട്, പഠിച്ചവരിൽ എത്ര പേര് പാസ്സായിട്ടുണ്ട്. മനസ്സിലായി? ഡിഗ്രി +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് ചേർന്നവർ എത്ര പേരാണ്, ആ ചേർന്നവരിൽ എത്ര ശതമാനം ആളുകൾ വിജയിച്ചിട്ടുണ്ട് എന്നൊരു പഠനം നിങ്ങൾ നടത്തണം. കഴിയുമെങ്കിൽ ഒരു സർവേ നടത്തും. 10% പോലും ആളുകൾ ഡിഗ്രി പാസ്സാവുന്നില്ല. 3 വർഷം ടൈം പാസിന് വേണ്ടി പോകുന്നു. പൗഡറും പിന്നെ നല്ല അലങ്കാരത്തോടെയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് കഴിവിൻ്റെ പരമാവധി നല്ല സൗന്ദര്യത്തോടുകൂടി 3 വർഷക്കാലം പുറത്തിറങ്ങി 3 വർഷം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. മകൾ പഠിച്ചിട്ടുണ്ടോ? എൻ്റെ മകൾ ഡിഗ്രി പഠിച്ചു. ഇതിന് ഡിഗ്രി പഠിച്ചു എന്നല്ല പറയേണ്ടത്, ഡിഗ്രിക്ക് പോയി എന്ന് പറഞ്ഞാൽ മതി. ഡിഗ്രി പഠിച്ചിട്ടില്ല. പഠിച്ചാൽ 3 വർഷത്തെ ഡിഗ്രി, ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ഇതൊക്കെ പാസ്സാവണം. പഠിക്കാൻ പോയവർ പാസ്സാവും, കളിക്കാൻ പോയവർ പാസ്സാവൂല. പഠിക്കാൻ പോയവർ വിജയിക്കും. നിങ്ങൾ നോക്കണം, നിങ്ങളൊരു സർവേ നടത്തണം. എൻ്റെ ഈ നാട്ടിലുള്ള SKSSFന്റെ പ്രവർത്തകരോട് ഞാൻ പറയാണ്, നമ്മുടെ നാട്ടിലുള്ള പെൺകുട്ടികളുടെ പഠനം എത്രത്തോളം താഴോട്ടാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഞാനിത് പറയുന്നത്. പഠന മേഖലയിൽ വിമുഖത കാണിക്കുന്നവർ, അതെങ്ങനെ ഉണ്ടായി? നിരുത്സാഹപ്പെടുത്തുന്ന മാതാപിതാക്കളിൽ നിന്നുണ്ടായതാണത്. എന്തുകൊണ്ടാ മാതാപിതാക്കൾ നിരുത്സാഹപ്പെടുത്തുന്നത്? വിവാഹം കഴിഞ്ഞാൽ നീ കിച്ചണിൽ പോകാനുള്ളവരല്ലേ, അതാണ് അവരെ നിരുത്സാഹപ്പെടുത്താനുള്ള കാരണം. അതുകൊണ്ടാണ് ഫസ്റ്റ് ഇയർ ഡിഗ്രിക്ക് പോകുന്ന ഒരു പെൺകുട്ടിക്ക് ഒരു വിഷയത്തിലും പാസ്സാവാതെ സെക്കൻഡ് ഇയറിൽ പോവാം,
ഒരു വിഷയം പാസ്സാവണമെന്നില്ല. പണ്ടൊക്കെ സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പാസ്സായാലും 9ാം ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റൂ, അല്ലെ? നിങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് അങ്ങനെയല്ലേ? 8ാം ക്ലാസ് പാസ്സായാലും 9ാം ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റൂ. നിങ്ങൾ സ്കൂളൊന്നും പോയിട്ടില്ലേ? നല്ല അത്ഭുതത്തോട് നോക്കുന്നു, പോയിട്ടൊന്നുമില്ലേ? അങ്ങനല്ലേ? 8ാം ക്ലാസ് പാസ്സായാലും 9ൽ ഇരിക്കാൻ പറ്റൂ. എന്നാൽ ഇന്നങ്ങനെയല്ല. ഡിഗ്രി ഫസ്റ്റ് ഇയർ പാസ്സാവണമെന്നില്ല. ഒരു വിഷയത്തിലും പാസ്സായില്ലെങ്കിലും സെക്കൻഡ് ഇയറിൽ ഇരിക്കാം. സെക്കൻഡ് ഇയറിൽ ഒരു വിഷയത്തിലും പാസ്സായില്ലെങ്കിലും തേർഡ് ഇയറിൽ ഇരിക്കുക. അപ്പൊ കാണുന്ന വീട്ടിലിരിക്കുന്ന മാതാപിതാക്കൾ വിചാരിക്കും, മാഷാ അല്ലാഹ് എന്റെ മോൾ എന്തോ ഒരു ഉഷാറാ, ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, സെക്കൻഡ് ഇയർ കഴിഞ്ഞു, തേർഡ് ഇയർ ആണ്, കുട്ടി ഒരു വിഷയത്തിലും പാസ്സായിട്ടില്ല. പിന്നെ എന്തിനാ പോയത്? വെറുതെ അങ്ങോട്ട് അടിച്ചു പൊളിക്കാൻ വേണ്ടി പോയതാ. അടിച്ചു പൊളിക്കാൻ വേണ്ടി പോയതാണ് നമ്മുടെ മക്കൾ. നിങ്ങളൊരു സർവേ നടത്തണം. ഞാൻ പറയുന്നത് തെറ്റാണ് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്വന്തം നാട്ടിലൊരു സർവേ നടത്തിയാൽ മതി. എത്ര പേര് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്? 3 വർഷത്തെ കോഴ്സ് വിജയകരമായി ആരൊക്കെ പൂർത്തീകരിക്കുന്നുണ്ട്? എന്നാൽ പെൺമക്കളോട് വിദ്യാഭ്യാസത്തെ നിരുത്സാഹപ്പെടുത്തുന്ന എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആൺകുട്ടികളെ നിരുത്സാഹപ്പെടുത്തിയാലും പെൺകുട്ടികളെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല. പെൺകുട്ടികളാണ് പഠിക്കേണ്ടത്. അവര് ജോലിക്ക് പോകാനല്ല പഠിക്കുന്നത്. കിച്ചണിലുള്ള മാതാവാണ് പഠിക്കേണ്ടത്. കിച്ചണിലുള്ള ഉമ്മയാണ് പഠിക്കേണ്ടത്. കാരണം മക്കളെ വളർത്തേണ്ടത് ആ ഉമ്മമാരാണ്. എഡ്യൂക്കേറ്റഡ് ആയ പിതാവല്ല മക്കളെ വളർത്തുന്നത്. ഭർത്താവ്, പിതാവ്, പുരുഷൻ എത്ര പഠിച്ചാലും, എത്ര ഉന്നതമായ സർട്ടിഫിക്കറ്റുകൾ വാങ്ങിയാലും, എത്ര വലിയ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ കൈക്കലാക്കിയാലും അയാളെ സംബന്ധിച്ചിടത്തോളം മക്കളെ പഠിപ്പിക്കാൻ അയാളെ കിട്ടൂല. കാരണം അയാൾ വീട്ടിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഉസ്താദുമാരെ നോക്ക്, നമ്മുടെ നാട്ടിലുള്ള ഉസ്താദുമാരുടെ അവസ്ഥ നോക്ക്. ഉസ്താദുമാര് വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ശനിയാഴ്ച രാവിലെ പള്ളിക്കെത്തിയാൽ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത് വ്യാഴാഴ്ച മദ്രസ വിട്ടിട്ടാണ്. നമ്മൾ അൻവർ ഉസ്താദിനെ നോക്കിക്കോളി. അൻവർ ഉസ്താദ് ഏത് ലോകത്തുണ്ടെങ്കിലും നാട്ടിലേക്ക് എത്തണമെങ്കിൽ വ്യാഴാഴ്ച ആണ്. വെള്ളിയാഴ്ച ജുമാ ആകുമ്പോൾ തിരിച്ചു പോകും. അടുത്ത വ്യാഴ്ച കൊണ്ടെത്തും. ആഴ്ചയിൽ ഒരു ദിവസം ആ വീട്ടിലുണ്ടാവുക. എപ്പോഴാണ് മക്കളെ പഠിപ്പിക്കാൻ സമയമുള്ളത്? എപ്പോഴാണ് മക്കളുടെ പഠന നിലവാരം അത് അന്വേഷിക്കാനും അവരെ നിരന്തരമായി കൂടെ ഇരുത്തിയിട്ട് അവരുടെ പഠന നിലവാരം പരിശോധിക്കാൻ എവിടെയാ സമയമുള്ളത്? പുരുഷന്മാരായ ആളുകൾക്ക് രാവിലെ കൂലിപ്പണിക്ക് പോകുന്നവർ 9 മണിക്ക് വിട്ടാൽ വൈകുന്നേരം 6 മണിക്കാ തിരിച്ചു വരുന്നത്. അപ്പോഴേക്കും അവർ ടയർഡായി. ഗൾഫിൽ പോകുന്നവർ 2 വർഷത്തിലൊരിക്കൽ, 1 വർഷത്തിലൊരിക്കൽ, 6 മാസത്തിലൊരിക്കൽ തിരിച്ചു വരുന്നു. ഉസ്താദുമാർ പള്ളിയിൽ പോയാൽ ആഴ്ചയിലൊരിക്കൽ, അധ്യാപകന്മാർ ഒരുപക്ഷെ 1 മാസത്തിലൊരു തവണ. ഇങ്ങനെ വീട്ടിലേക്ക് പുരുഷന്മാരുടെ സാന്നിധ്യം കുറവായതുകൊണ്ട് 24 മണിക്കൂറും വീട്ടിലുള്ളത് ഉമ്മമാരായതുകൊണ്ട് നിർബന്ധമായും നമ്മൾ പഠിപ്പിക്കേണ്ടത് നമ്മുടെ ഉമ്മമാരെയാണ് എന്ന് ഈ മക്കളുടെ പഠനത്തെ നിരുത്സാഹപ്പെടുത്തുന്ന രക്ഷിതാക്കളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് പറയാനുള്ള കാരണം വെറുതെയല്ല. ഇസ്ലാമിക ചരിത്രമായാലും ഇനി ഇസ്ലാമിന്റെ പുറത്തുള്ള ചരിത്രമായാലും ലോകത്ത് ഇതിഹാസങ്ങളായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഏത് ഇതിഹാസങ്ങളായാലും അതിൽ 90% ആളുകളും ഉമ്മ വളർത്തിയതാണ്. ഉപ്പ വളരെ ചെറുപ്പത്തിലെ മരിച്ചുപോയി എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾക്ക് പഠിക്കാൻ കഴിയും. ലോക ചരിത്രത്തിലെ ഇതിഹാസങ്ങളെ കുറിച്ച് പഠിച്ചാൽ അച്ഛൻ വളരെ നേരത്തെ മരണപ്പെട്ടു, പിതാവ് വളരെ നേരത്തെ മരണപ്പെട്ടു. ആ കുട്ടിയെ ഉമ്മയാണ് വളർത്തിയത്. ഉമ്മയുടെ സാമർഥ്യമാണ് ഇന്ന് ഒരാളെ ഇങ്ങനെയാക്കിയത്, ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഒരു ഇതിഹാസമാക്കി മാറ്റിയത്. അതുകൊണ്ട് ഞാൻ പറയുന്നു എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട്, ഇനി വരാനിരിക്കുന്ന തലമുറയിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ, ഇതിഹാസ തുല്യരായ മക്കൾ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ പെൺമക്കൾക്ക് വിദ്യാഭ്യാസം നൽകണം. നമ്മൾ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല. അവരുടെ പഠനം നമ്മൾ ഒരു കാരണവശാലും മുടക്കാൻ പാടില്ല. ഡിഗ്രിക്ക് പോയാൽ പോരാ, അവരുടെ ഫസ്റ്റ് ഇയർ റിസൾട്ട് നമ്മൾ പരിശോധിക്കണം. എന്നിട്ട് ഏതെങ്കിലും ഒരു വിഷയം തോറ്റുപോയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും അതിനെ 2ാമത് പരീക്ഷ എഴുതിപ്പിച്ച് അവരെ വിജയിപ്പിക്കണം നമ്മൾ.
അതിനുവേണ്ടി ട്യൂഷൻ നൽകിയാലും കുഴപ്പമില്ല. നിർബന്ധമായും സെക്കൻഡ് ഇയർ ഇരിക്കുമ്പോഴേക്കും അവരുടെ നഷ്ടപ്പെട്ടു പോയ വിഷയങ്ങൾ അവർ തിരിച്ചു പിടിക്കണം. അങ്ങനെ 3 വർഷം പഠിച്ച് ഡിഗ്രി കംപ്ലീറ്റ് ആയാൽ, കോഴ്സ് പൂർത്തിയായാൽ അവർക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം, നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കണം. തുടർ പഠനത്തിന് താല്പര്യമുണ്ടെങ്കിൽ നിക്കാഹ് കഴിപ്പിച്ചതിന് ശേഷം ഭർത്താവിന്റെ സമ്മതത്തോടുകൂടി തുടർ പഠനം നടത്താനും അവരനുവദിക്കണം. കാരണം ഒരു പഠിച്ച ഉമ്മയുടെ മക്കളും പഠിക്കാത്ത ഉമ്മയുടെ മക്കളും രണ്ട് വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾക്ക് കാണാൻ കഴിയുക. ഒരു പഠിക്കാത്ത ഉമ്മയുടെ മക്കൾ, അവരുടെ ജീവിതത്തിന്റെ ശൈലി തന്നെ വ്യത്യസ്തമായിരിക്കും. എന്നാൽ പഠിച്ച ഒരു ഉമ്മയാണെങ്കിൽ ആ മക്കളുടെ ബിഹേവിയർ, ആ മക്കളുടെ പെരുമാറ്റം, ആ മക്കളുടെ സമൂഹത്തിലുള്ള ഇടപെടലുകൾ, ആ മക്കളുടെ വിദ്യാഭ്യാസ നിലവാരം, ഇത് രണ്ടായിരിക്കും. ഒരു പഠിക്കാത്ത മാതാവിന്റെ മക്കളാണെങ്കിൽ ഒഴിവ് സമയത്ത് അവർ ബസ് സ്റ്റാൻഡിലിരിക്കും. എന്ന നല്ല പഠിച്ചു വളർന്ന ഉന്നതമായ തസ്തികയിലെത്തിയ നല്ലൊരു ഉമ്മയുടെ മക്കളാണെങ്കിൽ ഒഴിവ് സമയത്ത് അവർ പുസ്തകം വായിക്കാൻ വേണ്ടി ഉപയോഗിക്കും. അവർ ബസ് സ്റ്റാൻഡിൽ അവരെ കാണൂല. പള്ളിക്ക് ജമാഅത്തിന് വന്നാൽ തിരിച്ച് വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും പുസ്തകം എടുത്തിട്ട് അവരിങ്ങനെ വായിക്കും. എന്തേ? ആ ഉമ്മയെ അവരങ്ങനെയാണ് കാണുന്നത്. ഉമ്മ എന്തെങ്കിലും വായിക്കുന്നുണ്ട്. പഠിക്കുന്ന വിദ്യാഭ്യാസമുള്ള ഉമ്മമാർ, പഠിച്ചു വളർന്ന ഉമ്മമാർ, അവർ സദാസമയവും വിദ്യാഭ്യാസപരമായിട്ടുള്ള മേഖലകൾ അല്ലെങ്കിൽ പഠനപരമായ വിഷയങ്ങളിൽ അവർ ഏർപ്പെടും. ഒഴിവ് സമയങ്ങളൊക്കെ വായിക്കാൻ ഉപയോഗിക്കും. സിനിമയും സീരിയലും കണ്ട ചാനൽ ഷോകൾ കണ്ടിട്ട് അവർ സമയം ചെലവഴിക്കൂല. അവർ പഠനാർഹമായ വിഷയങ്ങളിൽ അവരുടെ സമയം ചെലവഴിക്കും. അത് കണ്ട് വളരുന്ന മക്കൾ അതേപോലെ പുസ്തകങ്ങളോട് തൽപരരായിരിക്കും. പഠിക്കാനായിരിക്കും അവർക്ക് താല്പര്യം. ജനങ്ങളോട് ഇടപഴകുന്ന രീതി, അവരുടെ കൈകാലുകളിൽ ചങ്ങല കാണൂല. ഈ പിരാന്തൻ നായി എന്ന് പറയും നമ്മുടെ നാട്ടിൽ, പിരാന്തൻ നായി. ആ പിരാന്തൻ നായി എന്ന് പറയുന്നത് ചങ്ങലകൾ അവരെ പിടിച്ചു കിട്ടും. എന്തിന്? മറ്റുള്ളവരെ ആക്രമിക്കാതിരിക്കാൻ. അതുപോലെയുള്ള ചങ്ങലകളൊന്നും ഈ ഉമ്മമാരുടെ മക്കളിൽ ഉണ്ടാവില്ല. കയ്യിലൊരു ചങ്ങല, കാലിലൊരു ചങ്ങല, കഴുത്തിലൊരു ചങ്ങല, ഇങ്ങനെ ചങ്ങലയും ചരടിട്ട് നടക്കുന്ന വൃത്തികെട്ട രൂപം. അവരുടെ ഹെയർ സ്റ്റൈൽ കാണുമ്പോൾ തന്നെ ജനങ്ങൾക്ക് വെറുപ്പും മറപ്പും തോന്നുന്ന ഹെയർ സ്റ്റൈൽ ഒരു വിദ്യാസമ്പന്നയായ ഒരു ഉമ്മയുടെ മക്കൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾ പരിശോധിച്ചോ? ഞാൻ പറയുന്നത് തെറ്റാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും പരിശോധിക്കാം.